ക്ഷാമത്തൊന്ന് സിരിവിലടി. വാർത്തകൾ അവതരിപ്പിക്കുന്നത് ആജിക്കർ ബൈ സിരിവിലടി. ഇപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരി. ഫുള്ള് സെറ്റപ്പ് ചെടികളായിരിക്കും. ഞാനിപ്പോൾ ഓൺലൈനിൽ വരാൻ കാരണം ബാബു തലശ്ശേരി. ചെങ്ങായി ഒരു പട്ടി സ്നേഹിയാണ്. അതായത് നായ്ക്കളെ സ്നേഹിക്കണം നല്ലതാണ്. പക്ഷേ സ്നേഹിച്ചുകൂടരുത്. അങ്ങനെ സ്നേഹിച്ചാൽ സ്വന്തം വളർത്തുന്ന പട്ടി തന്നെ കടിച്ച ചരിത്രമുണ്ട് കേരളത്തിൽ. നായ്ക്കൾക്ക് രക്തത്തിൻ്റെ ടേസ്റ്റ് മണം അറിഞ്ഞാൽ അത് നായിൻ്റെ ഓണറോ ഈ നായിൻ്റെ ഓനോ നായി നോക്കില്ല, കടിക്കും. അതാണ് നായി. അങ്ങനെ നായ്ക്കളെ സ്നേഹിക്കുന്നു. ഉദാഹരണം പറയാം. മെനിഞ്ഞാന്ന് തലശ്ശേരി മട്ടാമ്പ്രം പള്ളീൻ്റെ വെച്ച് ഒരു കുട്ടിയെ നായി കടിച്ച് വലിച്ചു കൊണ്ടുവന്ന് പറഞ്ഞു. ഒരുപാട് ആൾക്കാർ നിൽക്കുന്ന ഇടയിലാണ് ഇത് നടന്നത്. അങ്ങനെ ഒരുപാട് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടായ റെയിൽവേ സ്റ്റേഷൻ നായ്ക്കളെ കൊണ്ട്. അങ്ങനെ ഇവിടുത്തെ റെയിൽവേ പോലീസിൽ ഇടപെട്ട് നായ്ക്കളെല്ലാം ഓടിച്ചു. പക്ഷേ ബാബു എന്ന് പറയുന്ന ടീം, ബാബുവും അവൻ്റെ സംഘവും ചേർന്ന് വീണ്ടും ആ നായിൻ്റെ മക്കളെ റെയിൽവേ സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. അവൻ നായ് സ്നേഹിയാണ്. ശരി, നായിനെ സ്നേഹിച്ചോട്ടെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറയുന്നത് പറഞ്ഞാൽ പിന്നെ നായ്ക്കളെ സംരക്ഷിച്ചോട്ടെ, ഭക്ഷണം കൊടുത്തോട്ടെ. രാവിലെ ചപ്പാത്തി, ഉച്ചക്ക് ബിരിയാണി, വൈകുന്നേരം ചായ മധുരം കൊടുക്കണം, ഷുഗർ വരുന്ന അപ്പോൾ രാത്രി ഫുഡ് എല്ലാം കൊടുത്തോട്ടെ, നല്ല തന്നെയാണ്. പക്ഷെ അത് ഒരു പൊതു സ്ഥലത്ത് ആവാൻ പാടില്ല. അപ്പോൾ അവന് സ്വന്തമായിട്ട് എവിടെയും സ്ഥലം കണ്ടെത്തുക, അല്ലെങ്കിൽ ആരോട് പറയുക, പഞ്ചായത്തിനുള്ളോ മുനിസിപ്പാലിറ്റിയിലുള്ളോ. ഞാൻ ഇപ്പോഴത്തെ നായിൻ്റെ മക്കളെ സ്നേഹിക്കുന്ന ടീമാണ്. അപ്പോൾ ആ നായ്ക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം മുനിസിപ്പാലിറ്റി നഗരസഭയോട് ആവേശിക്കാം. അവർ താല്പര്യമുണ്ടെങ്കിൽ ചെയ്തു തരും, അല്ലെങ്കിൽ നീ കണ്ടെത്തണം. അതായത് ബാബു കണ്ടെത്തുന്ന സ്ഥലം. അതല്ലാതെ പൊതു സ്ഥലത്ത് നായ്ക്കളെ വളർത്തുക എന്ന് പറഞ്ഞാൽ നായിൻ്റെ മക്കളെ സ്നേഹിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. നായ്ക്കളെ സ്നേഹിക്കാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ നായ്ക്കളെ ബുദ്ധിമുട്ട് ബാക്കിയില്ലാത്ത വരാൻ പാടില്ല. അപ്പോൾ ഈ ബാബുവിനെതിരെ കർശനമായ നടപടിയെടുക്കണം. അല്ലെങ്കിൽ ബാബുവിനെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി നഗരസഭയിൽ ബന്ധപ്പെടാം. നായിനെ ഒരു 10-20 നായി എൻ്റെ കസ്റ്റഡിയിലുണ്ട്. അപ്പോൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി സ്ഥലം, അതിൻ്റെ ഗ്രൗണ്ട് ഫുള്ള് സെറ്റപ്പിൽ കൂടി സെറ്റാക്കി തരാൻ വേണ്ടി അപേക്ഷിക്കാം. അങ്ങനെ ചെയ്യല്ലാതെ നാട്ടുകാർക്ക് ബുദ്ധിമുട്ട് വരുന്ന തോതിൽ ചെയ്യില്ലെന്നാണ്. കാരണം അത് അതായത് ഇപ്പോൾ കണ്ണൂർ കഴിഞ്ഞ ആഴ്ച പത്രത്തിൽ കണ്ടു, ഒരു 10-15 പേരെ നായി കടിച്ച്. അപ്പോൾ നല്ല നായ്ക്കളുണ്ട്, എങ്ങനെ കടിക്കുന്ന നല്ല നായ്ക്കളുണ്ട്. രക്തത്തിൻ്റെ ടേസ്റ്റ് പിടിച്ചുകൊണ്ടാണ് ആ നായി കടിക്കാൻ കാരണം. അപ്പോൾ ഞങ്ങൾക്ക് ഇനി നായ്ക്കളോട് 2 അഭിപ്രായം ചെയ്യുക. ഇവിടെ കുറേ നായിൻ്റെ ഇരുന്നിട്ടുണ്ട്, നോക്കട്ടെ, ചോദിച്ചു നോക്കാം നായ്ക്കളോട്. ഫസ്റ്റായി എൻ്റെ മുന്നിൽ വരുന്ന നായി, അതായത് കിടിലൻ നായെന്ന് തോന്നുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, കളറില്ല, ചങ്ങാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ആളാണ്. ആ നായി നമുക്ക് സമീപിക്കാം. ഓക്കെ, എന്താ ഓർക്ക് നായിൻ്റെ മോനെ ഇങ്ങനെ ഉറങ്ങിയാൽ ശരിയാവുക. അല്ല, നിന്നെ പറ്റി ഞാൻ പറയുന്നത് 2 അഭിപ്രായം പറയൂ. നായ്ക്ക് മനസ്സിലായി. അവിടെ നിന്ന് നോക്കുന്നു, 2 അഭിപ്രായം പറയുമ്പോഴും അതായത് ബാബുവിൻ്റെ ആളാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നായി മാറിക്കണ്ട്. എന്നാലും ഞാൻ പെടുക, ഞാനാരാ മോനല്ലേ.
എൻ്റെ ചങ്ങായിമാരുടെന്ന് പറഞ്ഞിട്ട് 100-250 നായ്ക്കൾ അതെല്ലാം ഇവിടെ നോക്കുന്നുണ്ടോ? ആ അപ്പം ബാബുവിൻ്റെ നായി ഞാൻ സ്ഥലമായാണല്ലോ. അപ്പോൾ ഒന്നും പ്രതികരിക്കുന്നില്ല. ബാബുവിൻ്റെ നായാന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത നായ്ക്കളെത്ത് പോവാം. അത് പറഞ്ഞപ്പോൾ തിരിഞ്ഞു നിന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചോദിച്ചു നോക്കാം. മോനെ നിൻ്റെ ചെങ്ങായിനെ പറ്റി നിൻ്റെ നായിൻ്റെ മറ്റേ മക്കളെ പറ്റി വല്ല നായിൻ്റെ മോനെ അവിടെ നിൻ്റെ കമ്പനി എവിടെ എവിടത്തേക്ക് പോകുന്നത്? എന്നാൽ പോയിട്ട് കൂട്ടിയില്ല. ഞാനിവിടെ ഈ ചങ്ങായിമാരോട് പറ അസ്കർ സിറ്റി വെല്ലേണ്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. എവിടത്തേക്കാ? അവൻ പ്രതികരിക്കുന്നില്ല. നമുക്ക് അടുത്ത നായ്ക്കളത്ത് പോവാം. അപ്പോൾ എനിക്ക് ആ നായിൻ്റെ നോട്ടത്തിൽ മനസ്സിലായത് ഇനി വൈകുന്നേരം 7 മണിക്ക് പോവാം. കാണിച്ചു തരാം. എൻ്റെ ടീമെല്ലാം വരുന്നുണ്ട്. 10-250 ടീമാണ് ഞങ്ങൾ. 7 മണിക്ക് പോവാം. കാണിച്ചു തരാം എന്നൊക്കെ തോന്നുന്നു ആ നായിൻ്റെ നോട്ടം കണ്ടപ്പോൾ. അപ്പോൾ എന്നാലും ബാക്കിയുള്ള നായ്ക്കളെ നമുക്ക് അഭിപ്രായം എടുക്കണ്ടേ? ഓക്കെ. അങ്ങനെ ഞാനിപ്പോൾ എത്തിയത് ലോസ് ടാക്കീസ്, പഴയ ടാക്കീസ് അല്ലേ? പണ്ടത്തെ സിനിമ ഇപ്പം അത് ഓഡിറ്റോറിയം, എന്തൊക്കെയും ഓഡിറ്റോറിയം. എന്താ ഫുള്ള് പച്ചയച്ചിട്ടല്ലേ? എന്ത് ഭംഗി നിന്നെ കാണാം. സ്കൂൾ പഠിക്കുമ്പോൾ എത്ര പ്രാവശ്യം നല്ലതാ. അപ്പം നിലനിർത്തി ഓഡിറ്റോറിയാക്കി. ടാക്കീസ് പോയി. ടാക്കീസിൽ ഇപ്പോൾ വെറൈറ്റി ആയിട്ടില്ല. മൊബൈൽ യൂട്യൂബിൽ ഇറങ്ങിയ ടാക്കീസിലൊന്നും ആളില്ല പോയാൽ. ഞാൻ തന്നെ ഇപ്പോൾ എനിക്ക് വന്നൊരു 8 കൊല്ലം സിനിമക്ക് പോകും. ഓക്കെ, അടിപൊളി ടാക്കീസ് ഓഡിറ്റോറിയം. ഈ നല്ലൊരു VIP എന്നതിനെ പറ്റി പറയും. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മൃഗാശുപത്രി തലശ്ശേരി. ഞാൻ ഉടനെ ഇവിടെ സമീപിച്ചു. ഇവിടെ ഏതെങ്കിലും പട്ടികളെ കാണുമല്ലോ. ഞങ്ങൾ ഈ നായ്ക്കൾ ഇവിടെ, അതായത് മറ്റുള്ള നായ്ക്കൾ കടിയേറ്റിട്ട് ഇവിടെ വന്നതാണ് ഇവർ ഓക്ഷയത്ത്. അവരോട് തന്നെ ചോദിക്കാം. എന്നാ മറ്റുള്ള നായ്ക്കൾ ഇടങ്ങാറാക്കിയതാ? അങ്ങോട്ട് പോയേ? എന്നിട്ട് ആ ബാക്കിയുള്ള നായ്ക്കൾ അടിയും വാങ്ങിയിട്ട് പോകുന്നു. അങ്ങോട്ട് കൊടുത്ത്. ഇവനാള് പുലിയാണല്ലോ. മുറിച്ചിനാ എവിടാ? അതിന് അതെവിടെയാ നായ്ക്കളില്? അത് ശരി. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പൊതുവേ നായ്ക്കൾ ശല്യമുണ്ടെന്ന് പറഞ്ഞൊരു ബാബു എന്ന് പറയുന്ന ആൾ നായ്ക്കൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ റെയിൽവേ പോലീസുകാരെല്ലാം ആകെ. ഇപ്പോൾ ബാബു വരുന്നില്ല? നായ്ക്കളെല്ലാം പോയാ? എന്നാൽ റെയിൽവേ സ്റ്റേഷനിൽ നായ്ക്കളുണ്ട് അല്ലേ? അങ്ങനെ അത് റെയിൽവേ പോലീസിൽ ഇടപെട്ട് അങ്ങനെ നായിനെ പായിപ്പിച്ചത്. അപ്പോൾ ബാബുവും ടീമും വന്നിട്ട് വീണ്ടും അവിടെ സ്ഥാപിച്ചെന്ന് പറയുന്നുണ്ട്. അത് നഗരസഭ ചെയ്യണ്ടേ അല്ലേ? അല്ല, പക്ഷേ പോലീസുകാർ ഇടപെട്ട് നായ്ക്കൾ പായിപ്പിച്ച. എന്നിട്ട് ആ ബാബു ഇവിടുത്തെ ടീമിനെ കൂട്ടിക്കൊണ്ടുവന്ന് വീണ്ടും റെയിൽവേ സ്റ്റേഷൻ തന്നെ കൊണ്ടുപോയിട്ട് അവിടെ വൈകുന്നേരം ഫുഡ് കൊടുക്കണ്ടേ അവർ? ബിസ്ക്കറ്റല്ല, എല്ലാ ഹോട്ടലിൽ നിന്ന് ബാക്കിയില്ല. അതാണ് നായ്ക്കളെ ബളം പിടിക്കും. പിന്നെ ഭക്ഷണം കിട്ടാണ്ട് വെക്കുമ്പോൾ ആൾക്കാരൊക്കെ അടിക്കും. ഇപ്പം തന്നെ മെനിഞ്ഞാന്ന് മട്ടാമ്പ്രം പള്ളിയിൽ ചെറിയ നായ്ക്ക അടിച്ച് അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞു ചെറിയൊരു കുട്ടീനെ. അത് പറയുന്നില്ല, ഇന്ന് വാർത്ത കണ്ട്. കടപ്പുറത്ത് അത് വരെ മീനെ പിടിക്കാന്നിരിക്കും അല്ലേ? കടപ്പുറത്ത് അപ്പോൾ ഓരോരുത്തർ സഞ്ചാരികൾ വരുമ്പോൾ ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ അത് അത് ശരി. നിങ്ങളെ പേരെന്നാ?
സുബ്രഹ്മണ്യം ഏത് സ്ഥലം? ശരി. അപ്പോൾ സുബ്രഹ്മണ്യനാണ് പറഞ്ഞത്. അതായത് നായ്ക്കള ശല്യം ഇവിടെ ഒരുപാടുണ്ട്. നഗരസഭ അധികൃതർ അതിനെ പിടികൂടണം. പക്ഷേ പിടികൂടുന്ന നോക്കുന്നുണ്ട്, പിടികിട്ടുന്നില്ല എന്ന് പറയുന്നത് നായിന. എന്താ ചെയ്യുക, എല്ലാ നായ്ക്കളും പിടിക്കേണ്ട പോലെ പിടിച്ചാൽ കിട്ടും അല്ലേ? നമുക്ക് അടുത്ത നായിനെ പരിചയപ്പെടാം. അതാ അടുത്ത നായി. എന്താ നായി? മോൻ്റെ പേരുന്നാ? ശ്രീനന്ദ്. എവിടെ സ്ഥലം? കമ്പിപ്പാൽ. കമ്പി കൊണ്ടുണ്ടാക്കിയ പാൽ. മുള കൊണ്ടല്ല, കമ്പി കൊണ്ട്. ഇപ്പോഴത്തെ കോൺട്രാക്ടർമാരുള്ള മുള കൊണ്ടാണ് പാൽ ഉണ്ടാക്കുന്നത്. ഇത് കമ്പിപ്പാല. ഇത് നായ്ക്ക് നയിറ്റ് എന്താണ്? നായ്ക്ക് ഇഞ്ചക്ഷൻ ഒക്കെ വേണ്ടി വന്നാൽ നായ്ക്കളെ പോരുന്നത് ഇങ്ങനെ പോരണം. എന്നാൽ പിന്നെ ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലേ? നായിനോട് 2 വാക്ക് ചോദിക്കാം. എന്താ പറയണ്ട? നോക്കുന്നുണ്ടല്ലോ. നല്ല നായ, സ്നേഹമുള്ള നായ. അപ്പോൾ സുബ്രഹ്മണ്യ അഭിപ്രായം പറയുന്ന പറഞ്ഞാൽ ഇവിടെ നായ്ക്കളുണ്ട്, ബാബു ഭക്ഷണം പോകലുണ്ട്, ഹോട്ടലിൽ ബാക്കിയുള്ള ഭക്ഷണം വൈകുന്നേരം കൊടുക്കലുണ്ട്. പക്ഷേ അത് എല്ലാ ദിവസവും ഇല്ല. പക്ഷെ ഭക്ഷണം കിട്ടാണ്ടിരിക്കുമ്പോൾ നായ്ക്കൾ ജനങ്ങളെ എത്തിക്കുക പാഞ്ഞു കയറി. അപ്പോൾ രക്തത്തിൻ്റെ ടേസ്റ്റ് മനസ്സിലായി പിന്നെ ആരെയും പോയില്ല. അതാണ് നായി. പിന്നെ പിരാന്ത് നായി, അങ്ങനത്തെ നായി. പിന്നെ പിരാന്തൽ ഉറങ്ങുമല്ലോ, കാരണം ഫുഡ് കിട്ടാണ്ടിരിക്കും പിരാന്ത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അപ്പോൾ ഇതിനെതിരെ നാട്ടുകാരായ നിങ്ങൾ പ്രതിഷേധിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്കർ ചോക്കി സിറ്റി വില്ലേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ വീണ്ടും വീണ്ടും വരും. എന്നിട്ട് മൈസത്ത് കഴിഞ്ഞ് പോകണ്ടേ അല്ലേ? അപ്പോൾ നോട്ട് സ്മോക്കിംഗ് ഏരിയ. അങ്ങനെ നല്ലൊരു പ്രതികരണമാണ് കിട്ടിയത്. അതായത് കടപ്പുറം സഞ്ചാര മേഖല, അതായത് ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംസീറിൻ്റെ നേതൃത്വത്തിൽ ഉൽപ്പാദിച്ച നഗരസഭ അംഗങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സ്ഥാപിച്ച പാർക്ക് കടപ്പുറം ഫുള്ള് നായ്ക്കൾ എന്ന് പറയുന്നത് സഞ്ചാരികൾക്ക് നടക്കാൻ പോലും പേടിയാണ്. അപ്പോൾ അത് ഈ വീഡിയോ ഇതിൻ്റെ അധികൃതർ എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല, എന്നാലും ആ ചങ്ങായിമാരൊക്കെ എത്തുന്നവരെ ഷെയർ ചെയ്യുക, നടപടിയെടുക്കുക. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 163005 എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് അപ്പോൾ നായ്ക്കൾ ജനങ്ങളോട് കടക്കും. എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് जिसके आने का संकेत हो चुका है। थोड़ी ही देर में प्लेटफॉर्म क्रमांक 1 पर आएगी. കണ്ണൂരിൽ. അപ്പോൾ ഇന്നലെ ഇവിടെ തലശ്ശേരിയിൽ നിന്ന് കടിച്ചിട്ട് ചെറിയ കുട്ടീനെ നായനെ. അപ്പോൾ കുട്ടീനെ എടുത്തിട്ട് നായ അപ്പോൾ പോയി കഴിഞ്ഞു. മട്ടാമ്പറ കല്യാണം വീട്ടിൽ നിന്ന് അവിടെ നിന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെയും നായ്ക്കൾ എടുക്കാറുണ്ട്. അത് ശരി. അപ്പോൾ നായ് പ്രേമി പേരുള്ളൂ. നായ്ക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ നായിനെ കൊണ്ടുപോകേണ്ടെന്ന് പറഞ്ഞാൽ ഇത് നഗരസഭാ അംഗങ്ങളെ കൊണ്ടുപോകണ്ടല്ലേ. അപ്പോൾ അവരാണ് ഈ നടപടി എടുക്കേണ്ടത് തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ നായ്ക്കൾ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നത് ഇവിടുത്തെ റെയിൽവേ പെയിൻറ്റിങ് സ്റ്റാഫിനെ ചോദിച്ചത്. ഇപ്പോൾ മുപ്പത് പറയുന്ന രാത്രി നായ്ക്കളെ കൊണ്ട് ശല്യം ജനങ്ങൾക്ക്. ഇപ്പോൾ അതൊന്നും ഇടങ്ങാറാക്കിയിട്ടില്ല, പക്ഷേ അത് എപ്പോൾ ഇടങ്ങാറാക്കെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ പിന്നെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ 10-16 ആൾ കടിച്ചെന്ന് പറഞ്ഞു. അതും അതേപോലെ തന്നെ കുറേ കാലം എടുക്കുന്ന നായായിരിക്കില്ല അത് കൊണ്ടുവരിക. അപ്പം നായു ഉപദ്രവിക്കാൻ തുടങ്ങി. അപ്പം ചുരുക്കി ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് നാട്ടുകാരെ നിങ്ങൾ പ്രതിഷേധിക്കുക. നഗരസഭ നിങ്ങൾ നായ്ക്കളെ പിടിക്കാൻ പറയും. ഇപ്പോൾ തലശ്ശേരി കടപ്പുറത്ത് നായ്ക്കളുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ പിടിക്കാനാകുന്നില്ല. എന്താ ചെയ്യുക? ഇതെല്ലാം ചുമ്മാ പറയുന്നത്. ഏത് നായിൻ്റെ മക്കളെയും പിടിക്കാൻ എളുപ്പം കഴിയും. അപ്പോൾ ഈ നായ്ക്കൾക്കുള്ള വിലയെങ്കിലും ജനങ്ങൾക്ക് കാണും. ഇപ്പം നായ്ക്ക വില, നായിനെ കൊന്നാൽ ലൈവെല്ലാം ചെയ്യില്ല. ഒരു മനുഷ്യനെ കൊന്നിക്കണ്ടേ പിറ്റേതാഴ്ച എറിയും വരാം എന്ന് പറഞ്ഞ പോലത്തെ സ്ഥിതിയാണ് ഞങ്ങൾ രാജ്യ നിയമം. അപ്പോൾ ഈ നായ്ക്കളെ പിടിക്കാനും ക്ലീൻ സിറ്റിയാക്കാനും
ജനങ്ങൾക്ക് ഒരു പേടിയില്ലാതെ ഫാമിലി കുട്ടികൾക്ക് നടന്നു പോകാനുള്ള സ്വാതന്ത്ര്യം ചെയ്തു കൊടുക്കണം. വളരെ താഴ്മയിൽ കൂടി ഈ നഗരസഭ അംഗങ്ങളോട് അപേക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പറയാം. അപ്പോൾ വീണ്ടും കാണാം. അസ്കർ ഭായി, സിറ്റി വില്ലേജ് ഷാംകോ ന്യൂസിന് വേണ്ടി. ഷാംകോ ന്യൂസിന് വേണ്ടിയിട്ടല്ല ഇത് ചെയ്യുന്നത്, ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഞാൻ 2-3-4 നായ്ക്കളെ കണ്ടു. അപ്പോൾ അവർ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അതെല്ലാം നിങ്ങൾ കണക്കിലെടുക്കുക. അപ്പോൾ ഗുഡ് ബൈ. അടുത്ത വീഡിയോ കാണുന്നവരെ തൽക്കാലം സബ്സ്ക്രൈബ് മറന്നു. ഓക്കെ, ഗുഡ് ബൈ.